Hi children, good morning to all. Welcome to our SS class. Today we are going to study a new chapter in our SS textbook, chapter 7, Kolkata. Kolkata. Do you hear Kolkata or Calcutta? Okay. So many tourist places in Kolkata. Okay. Then palaces also. Okay. Then all of you take page number 233. This page. Okay. Okay, listen. Formerly known as Calcutta, Kolkata is situated on the bank of river Hooghly. Kolkata is also known as the city of palaces. Kolkata is the capital of West Bengal. The offices of the state government are in this city. The governor, chief minister and the ministers of West Bengal lives in Kolkata. ഓക്കെ, അപ്പോൾ കൊൽക്കത്തേനെ ഫോർമലി വിളിക്കുന്ന പേരായിരുന്നു എന്ത്? കൽക്കട്ട. മുമ്പ് കൽക്കട്ടയായിരുന്നു, ഇപ്പോൾ കൊൽക്കത്ത. ഓക്കെ, ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൽക്കത്ത എന്ന് പറയുന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരങ്ങളുടെ സിറ്റി അല്ലേ എന്ന പേരിലും കൽക്കത്ത അറിയപ്പെടുന്നുണ്ട്. സിറ്റി ഓഫ് പാലസസ്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൽക്കട്ട. The offices of the state government are in this city. The governor, chief minister and the ministers of West Bengal lives in Kerala. വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട എല്ലാ ഗവൺമെൻറ് ഓഫീസസും കൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഗവർണറും കൽക്കത്ത ഗവർണറും ചീഫ് മിനിസ്റ്ററും മറ്റുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം കൽക്കത്തയിലാണ് താമസിക്കുന്നത്. The Rabindra Setu or the Howrah Bridge connects Calcutta with the town of Howrah across the river Hooghly. It is one of the busiest bridges in the world. Earlier, this bridge, which had no pillars, could be rises on either side to allow ships to enter Kolkata. Now ships do not enter Kolkata any longer. They stop at Diamond Harbour, which is the port of Kolkata. Okay, അപ്പോൾ കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്, പാലം. അതിൻ്റെ പേരെന്താ അറിയോ? രബീന്ദ്ര സേതു. രണ്ട് പേരുണ്ട്, അല്ലെങ്കിൽ ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ് രബീന്ദ്ര സേതു. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് കൂടിയ ഒരു ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ് കൽക്കത്തയിലെ. ഓക്കെ, ദെൻ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുള്ളത്, ഹൂഗ്ലി നദിയുടെ കുറുകെ. അപ്പോൾ കൽക്കത്തയെ മറ്റ് ടൗണുകളുമായിട്ടൊക്കെ കണക്ട് ചെയ്യിക്കാൻ അല്ലേ ഹൗറ ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, കൽക്കത്തയിൽ ടൗണുകളുമായിട്ട് ബന്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു.
ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഹൗറ ബ്രിഡ്ജ്. മുമ്പ് ഈ ബ്രിഡ്ജിന് പില്ലേഴ്സ് ഉണ്ടായിരുന്നില്ല. അതായത് പാലത്തിന് കാലുകൾ ഉണ്ടാവില്ലേ, തൂണുകൾ, അത് ഈ ഹൗറ ബ്രിഡ്ജിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ഹൂഗ്ലി നദിയിലൂടെ വരുന്ന കപ്പലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കപ്പലുകൾ നദിയിൽ വരുന്ന സമയത്ത് ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡും ഇങ്ങനെ പൊക്കും. ഇങ്ങനെ ഇരിക്കുന്ന ബ്രിഡ്ജ് ഇങ്ങനെ പൊങ്ങും. ഓക്കെ, അപ്പം ഈ സ്പേസിലൂടെ ഷിപ്പൊക്കെ കടന്നു പോകും. ഷിപ്പ് പോയതിന് ശേഷം ബ്രിഡ്ജ് വീണ്ടും ബ്രിഡ്ജായിട്ട് തന്നെ നിൽക്കും. ഷിപ്പുകൾ വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊന്തും. ആ ഗ്യാപ്പിലൂടെ ഷിപ്പിന് പോകാമായിരുന്നു മുമ്പ്, ഇപ്പോഴല്ല. ഓക്കെ, ഇപ്പോൾ അതുവഴി ഷിപ്പുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഷിപ്പുകൾ വരുന്നത് കൽക്കത്തയിലെ പോർട്ടായിട്ടുള്ള ഡയമണ്ട് ഹാർബറിലാണ് വരുന്നത്. ഓക്കെ, ഈ ഡയമണ്ട് ഹാർബറും തിരക്കേറിയ ഒരു ഹാർബർ തന്നെയാണ് കേട്ടോ. ദെൻ in addition to Rabindra Setu, there are 3 other bridges across the Hooghly. They are Vidyasagar Setu, Vivekananda Setu and Nivedita Setu. അപ്പോൾ ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള പ്രധാനപ്പെട്ട മറ്റു ബ്രിഡ്ജസ് ആണ്. സേതു മീൻസ് ബ്രിഡ്ജ്. അതേതൊക്കെയാണ്? വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു. 3 പാലങ്ങൾ. ഓക്കെ, ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. ഓൾ ഓഫ് യു സീ ദിസ് മാപ്പ് ഓഫ് കൊൽക്കത്ത. ഓക്കെ, ദെൻ ക്ലൈമറ്റ്. കൊൽക്കത്ത ഹാസ് മോഡറേറ്റ് ക്ലൈമറ്റ്, വാം ഹ്യൂമിഡ് സമ്മേഴ്സ്, പ്ലസൻറ്റ് വിൻറ്റേഴ്സ് ആൻഡ് ഹെവി റെയിൻസ് ഇൻ ദ മൺസൂൺ സീസൺ. Many low-lying areas gets flood during the rains. കൽക്കത്തയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ്. മിതമായ കാലാവസ്ഥയാണ്. ചൂട് കാലത്ത് ചൂടും തണുപ്പ് കാലത്ത് തണുപ്പും, അതുപോലെ മഴക്കാലത്ത് നല്ല മഴയും ലഭിക്കുന്ന ക്ലൈമറ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉണ്ടാവാറുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. Kolkata was the first city in India to have an underground railway system called metro. Trams on rails run across the city, a mode of transport only seen in Kolkata in India. Kolkata is linked by air to other cities of India and to the world through the Netaji Subhash Chandra Bose International Airport. Howrah is the major railway station. അപ്പോൾ കൽക്കത്തയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ട്രെയിന് തന്നെയാണ് പ്രധാനമായിട്ടും. അതിൽ തന്നെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം, അതിനാണ് മെട്രോ എന്ന് പറയാം അല്ലേ. മെട്രോ സിസ്റ്റം, അണ്ടർഗ്രൗണ്ട്, ഭൂമിക്കടിയിലൂടെ ട്രെയിന് പോകുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റവും അതുപോലെ ട്രാംസ് ഓൺ റെയിൽ ഓൺ ദ ക്രോസ് സിറ്റി. ട്രാംസ് അത് ഒരു ഇലക്ട്രിക്കിന് പ്രവർത്തിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. ട്രെയിൻ പണം പോലുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് സിറ്റീസിലാണുള്ളത് അല്ലേ. അതും കൽക്കത്തയിലുണ്ട്. പിന്നെ കൽക്കത്തയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കേട്ടിട്ടില്ലേ? ആ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ എയർപോർട്ടിന് ആ പേര് നൽകിയിരിക്കുന്നത്. ഹൗറ ഈസ് ദ മേജർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ കൽക്കത്തയിലെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്. അവർ നാഷണൽ ആന്തം വാസ്
No More. Look at the No More. Our national anthem was written by Rabindranath Tagore. He was a Nobel Prize winner. നോബൽ പ്രൈസ് വിന്നറായ രബീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ള രബീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് കൽക്കത്തയിലാണ്. ഓക്കെ, ദെൻ ഡു യു സീ ട്രാം ആൻഡ് മെട്രോ ട്രെയിൻസ് ഇൻ ദിസ് പിക്ചർ? ഓക്കെ, മെട്രോ ട്രെയിൻ. ഓക്കെ, ട്രാം look like a bus. Okay, then a life of people. Most people in Kolkata speak Bengali. Bengalis enjoy eating sweets and their sandesh and rasagula are famous all over the country. Rice and fish form a major part of the Bengali diet. അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനല്ലേ കൊൽക്കത്ത. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബംഗാളിയാണ്. ഓക്കെ, ബംഗാളിയാണ് മെയിൻ ലാംഗ്വേജ്. പിന്നെ സന്ദേശ്, അതുപോലെ രസഗുള, ഇതൊക്കെ സ്വീറ്റ് ഡിഷസാണ്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ്. അതുപോലെ ഫിഷും റൈസുമാണ് ഈ ബംഗാളികളുടെ പ്രധാനപ്പെട്ട ഫുഡെന്ന് പറയുന്നത്. ദെൻ ദുർഗാ പൂജ ഈസ് സെലിബ്രേറ്റഡ് ഓൾ ഓവർ ദ സിറ്റി വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. ഹ്യൂജ് ഐഡൽസ് ഓഫ് ദ ഗോഡസ് ദുർഗ ആർ വർഷിപ്ഡ് ഫ്രം 9 days ഓൺ ദ 10th day they are immersed into the river or sea. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് ദുർഗാപൂജയാണ്. ദുർഗാപൂജ. ഓക്കെ, അപ്പോൾ അവരുടെ ഗോഡസ് ദുർഗാദേവിയുടെ വലിയ ഐഡൽ വിഗ്രഹം അല്ലേ, വലിയ വിഗ്രഹങ്ങൾ കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ, വിഗ്രഹങ്ങളും ഒക്കെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വർഷിപ്പ്, ഈ ദുർഗാദേവിയോടുള്ള വർഷിപ്പ് 9 ദിവസം നീണ്ടു നിൽക്കും. 10ാം ദിവസം അവർ ദുർഗാദേവിയുടെ ഈ ഐഡൽ വിഗ്രഹം കൊണ്ടുപോയിട്ട് കടലിലോ പുഴയിലോ താഴ്ത്താണ് ചെയ്യുന്നത്. ദെൻ പ്ലേസസ് ടു വിസിറ്റ്. ഇനി നമുക്ക് കൽക്കത്തയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്ലേസസ്, സ്ഥലങ്ങൾ. ഫോർട്ട് വില്യം ആൻഡ് ദ മെയ്ദാൻ, ദ വിക്ടോറിയ മെമ്മോറിയൽ, ബൊട്ടാനിക്കൽ ഗാർഡൻ, ആലിപ്പൂർ സൂ, ഇന്ത്യൻ മ്യൂസിയം, ബിർള പ്ലാനറ്റോറിയം ആൻഡ് സയൻസ് സിറ്റി ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ കൽക്കത്ത. The biggest library in India, the National Library, is in this city. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്നത് നാഷണൽ ലൈബ്രറിയാണ്. അത് കൽക്കത്തയിലാണ് ഉള്ളത്. അപ്പം അവിടെ കൽക്കത്തയിൽ ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്ലേസസ്സാണ് ഫോർട്ട് വില്യം അല്ലേ, അതുപോലെ ഫോർട്ട് അല്ലേ, വില്യം കിങ്ങിൻ്റെ കൊട്ടാരം, അതുപോലെ ആൻഡ് ദ മൈതാൻ, വിക്ടോറിയ മെമ്മോറിയൽ, അതൊരു കൊട്ടാരം തന്നെ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ആലിപ്പൂർ സൂ, ഇന്ത്യൻ മ്യൂസിയം, ബിർള പ്ലാനറ്റോറിയം ആൻഡ് സയൻസ് സിറ്റി. ഇതൊക്കെ നമുക്ക് കൽക്കത്തയിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് നെക്സ്റ്റ് പേജ്. ദ വിക്ടോറിയ മെമ്മോറിയൽ ഈസ് എ വൈറ്റ് മാർബിൾ place that was built in the memory of Queen Victoria. Eden Gardens is the famous cricket stadium. Many important cricket matches are played here. പിന്നെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരം അതാണെന്ത്? വിക്ടോറിയ മെമ്മോറിയൽ. നിങ്ങൾ കണ്ടോ, ചിത്രത്തിൽ കണ്ടില്ലേ, വൈറ്റ് മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരം കണ്ടില്ലേ, അതാണ് വിക്ടോറിയ മെമ്മോറിയൽ. ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്വീൻ വിക്ടോറിയ ആരായിരുന്നു? ലണ്ടനിലെ രാജകുമാരിയായിട്ടുള്ള ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അവർ ഇന്ത്യയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്.
പിന്നെ ഈഡൻ ഗാർഡൻസ് ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിൽ അല്ലേ. ധാരാളം ഫേമസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് മാച്ചസ് ഇവിടെ നടക്കാറുണ്ട്. ഓക്കെ, ദെൻ all of you take page number 233 233 once again. Okay, are you ready to read this chapter? Okay, follow me. Chapter 7, Kolkata. Formerly known as Calcutta. Kolkata is situated on the banks of the river Hooghly. Kolkata is also known as the city of palaces. Kolkata is the capital of West Bengal. The offices of the state government are in this city. The governor, chief minister and the ministers of West Bengal lives in Kolkata. The Rabindra Setu or the Howrah Bridge connects Kolkata with the town of Howrah across the river Hooghly. It is one of the busiest bridges in the world. Earlier, the bridge, which had no pillars, could be raised on either side to allow ships to enter Kolkata. Now, ships do not enter Kolkata any longer. They stop at Diamond Harbour, which is the port of Kolkata. In addition to Rabindra Setu, there are 3 other bridges across the Hooghly. They are Vidyasagar Setu, Vivekananda Setu and Nivedita Setu. All of you take next page. Climate. Kolkata has a moderate climate. Warm, humid summers, pleasant winters and heavy rains in the monsoon season. Many low-lying areas get flooded during the rains. Transportation. Kolkata was the first city in India to have an underground railway system called the metro. Okay, metro system, underground metro എന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിയാണ് കൽക്കത്ത. Trams on rails run across the city. ഇനി റോഡിലൂടെ ട്രെയിന് പോകുന്ന റെയിലില്ലേ, അത് റോഡിലൂടെ സ്ഥാപിച്ചിട്ട് ഓടുന്ന വണ്ടിയാണ് ട്രാംസ്. ബസ് പോകുന്ന പോലെ, പക്ഷെ ബസ്സല്ല, റെയിലിലൂടെയാണ് അത് പോവുക. ഓക്കെ, എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺലി സീൻ ഇൻ കൊൽക്കത്ത ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യയിൽ കൊൽക്കത്തയിൽ മാത്രമാണ് ഈ ട്രാംസ് കാണപ്പെടുന്നത് കേട്ടോ. കൊൽക്കത്ത ഈസ് ലിങ്ക്ഡ് ബൈ എയർ ടു അതർ സിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് ടു ദ വേൾഡ് ത്രൂ ദ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. Howrah is the major railway station. Okay, all of you take next page. Life of people. Most people in Kolkata speak Bengali. Bengalis enjoy eating sweets and their sandesh and rasagola are famous all over the country. Rice and fish form a major part of the Bengali diet. Durga Puja is celebrated all over the city with great enthusiasm. Huge idols of the goddess Durga are worshipped for 9 days. On the 10th day, they are immersed into the river or sea. Places to visit: Port William and the Maidan, the Victoria Memorial, Botanical Garden,
Alipur Zoo, Indian Museum, Birla Planetarium, and Science City are some of the important places to visit in Kolkata. The biggest library in India, the National Library, is in this city. Take next page. The Victoria Memorial is a white marble place that was built in the memory of Queen Victoria. Eden Gardens is a famous cricket stadium. Many important cricket matches are played here. Okay, children, all of you look at the boards. This is your dictation words in this chapter. Howrah Bridge, Diamond Harbour, Durga Puja, National Library, Eden Garden. Once again, Howrah Bridge, Diamond Harbour, Durga Puja, National Library, and Eden Gardens. Okay, each words you write 5 times in your SS notebook. Okay, children, all of you take page number 237, exercise part 237. Do you see? Write the true statement, T for true statement, and F for false statement, true or false. Take your pencil also. Okay, are you ready? Okay, follow me. Look at the board. First question, Kolkata is situated on the banks of the river Hooghly. Kolkata Hooghly നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. This statement true or false? Yes, true. Then you write here capital letter T. Capital letter T, true. Okay. Then question number 2. The port of Kolkata is known as Netaji Subhash Chandra Bose International Airport. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറമുഖമാണ്. അപ്പോൾ കൽക്കത്തയിലെ തുറമുഖം അറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലാണ്. പോർട്ടും എയർപോർട്ടും ഒന്നാണോ? പോർട്ട് തുറമുഖ, എയർപോർട്ട് വിമാനത്താവളം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ഫാൾസ്. ദെൻ യു റൈറ്റ് ഹിയർ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഓക്കെ. The next question, Durga Puja is one of the main festival of Kolkata. കൊൽക്കത്തയിലെ ആളുകളുടെ പ്രധാന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ദുർഗാ പൂജയാണ്. Is true. True. You write here T. Then next question, Sandesh is a drink popular with the people of Kolkata. കൊൽക്കത്തയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആണ് സന്ദേശ്. This true or false? Sandesh is a sweet, not a drink. Then you write here false. Okay. The last question, Kolkata is also known as the city of palaces. കൊട്ടാരങ്ങളുടെ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. True. Okay, all of you once again look at the board. Listen here. First question, Kolkata is situated on the banks of the river Hooghly. True. The port of the Kolkata is known as Netaji Subhash Chandra Bose International Airport. False. Durga Puja is one of the main festival of Kolkata. True. Sandesh is a drink popular with the people of Kolkata. False. Kolkata is also known as the city of palaces. True. Okay, children, fill in the blanks. Page number 237. 237 page number. Okay, fill in the blanks. First one, Kolkata is the only city in India to
have dash on rails. Kolkata is the only city in India to have dash on rails. റെയിൽസ് റോഡിലൂടെ റെയിലിൽ കൂടി പോകുന്ന ഒരു വാഹനം ഉണ്ടെന്ന് പറഞ്ഞു കൽക്കത്തയിൽ മാത്രം. ഏതായിരുന്നു അത്? ട്രാം. ഏതാണ്? ട്രാം. TRAM. ഓക്കെ, ട്രാം. Then second question, Calcutta was once called dash. കൽക്കത്തയെ മുമ്പ് വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? കൊൽക്കത്തയെ കൽക്കത്ത. കൽക്കത്ത. CALCUTTA. കൽക്കത്ത. ഓക്കെ. തേർഡ് വൺ, ഡാഷ് ഈസ് ദ മെയിൻ ലാംഗ്വേജ് ഓഫ് ദി പീപ്പിൾ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ബംഗാളി. ബംഗാളി. BENGAL. ബംഗാളി. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഡാഷ് റൺസ് അണ്ടർഗ്രൗണ്ട്. വിച്ച് റൺസ് ദ അണ്ടർഗ്രൗണ്ട്? മെട്രോ. മെട്രോ. METRO. മെട്രോ. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ മേജർ റെയിൽവേ സ്റ്റേഷൻ ഓഫ് കൽക്കത്ത. കൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൗറ. HAWRAH. ഓക്കെ. വൺസ് അഗെയിൻ ലുക്ക് അറ്റ് ദ ബോർഡ്സ്. കൽക്കത്ത ഈസ് ദ only city in India to have tram on rails. Kolkata was once called Calcutta. Bengali is the main language of people of West Bengal. The metro runs underground. Howrah is the major railway station of Kolkata. Okay, all of you take this screenshot in your mobile phone. Then you write correct answer. Okay. Okay children, today's class is over. This chapters match the following and answer the following questions. We'll send it to your WhatsApp group. Okay, all of you read this chapter very well and study well. Okay children, we will meet our next class.